5 മുതൽ 11 വരെ തീരുന്ന മണിക്കൂറുകളായിരുന്നു. 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. കാലം കെട്ട കാലമാണ്. പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ ആ നല്ല മനുഷ്യൻ ആ കുഞ്ഞിനെ കണ്ടെത്തുകയും വീട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജൂലിയറ്റ്, പ്രധാനപ്പെട്ട സംശയം, ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊരു മൊബൈൽ പിടിച്ചു, ശരിയാണ്, അത് സ്കൂളിലെ നിയമത്തിനനുസരിച്ച് അത് തെറ്റാണ്. പക്ഷെ അങ്ങനെ ഒരു മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചവിടെ വെക്കുകയാണെങ്കിൽ തന്നെ വീട്ടുകാരെ അറിയിക്കുകയും വീട്ടുകാരെ കുട്ടിയെ ഏൽപ്പിച്ച് വിടുകയുമല്ലേ ചെയ്യേണ്ടത്? മൊബൈൽ പിടിച്ച് വാങ്ങി വെച്ച് വീട്ടിൽ ചെന്നാലോ വീട്ടിലിറങ്ങിയാലോ ഉണ്ടാകാവുന്ന ഒരു ആഘാതം എന്താണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലെന്ന് ഒരല്പം പോലും ചിന്തിക്കാതെ സൈക്കിൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. അതിന് വീട്ടിലെത്താൻ ധൈര്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതാണോ സംഭവിച്ചത്? പി ജി സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ പിരിമുറുക്കത്തിന്റെയും ആകുലതകളുടെയും ഒക്കെ നിമിഷങ്ങളായിരുന്നു ഇന്നലെ 5 മണി മുതൽ 11 മണി വരെ. പി ജി സ്കൂളിലേക്ക് പോയൊരു കുഞ്ഞ്, ഒരു 12 വയസ്സുകാരി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തിരിച്ച് വീട്ടിലെത്തുന്നില്ല. മാതാപിതാക്കൾക്കുണ്ടാവുന്ന ഒരു ആകുലത, അത് അവർ കൃത്യമായി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നു. നമ്മളിപ്പോൾ സജിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പോലീസ് അരിച്ചു പിറക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിലൊരു മനോവിഷമം കുഞ്ഞിനുണ്ടായി. കുഞ്ഞിങ്ങനെ അമ്മയുടെ ഫോണുമായിട്ടാണ് സ്കൂളിലെത്തിയത്. അത് സ്കൂൾ അധികൃതർ കാണുന്നു. അവർ ആ ഫോൺ പിടിച്ചു വാങ്ങുന്നു. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ അധികൃതർ അത് കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് അറിയിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഫോൺ കുട്ടിയുടെ കയ്യിലുണ്ട്, ഇത് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി സ്കൂൾ അധികൃതർ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് പിന്നീട് ഈ വിവരം വീട്ടിലറിഞ്ഞതോടെ തനിക്ക് വീട്ടിലെത്തിയാൽ രക്ഷിതാക്കൾ തന്നെ വഴക്കു പറയുമോ, അങ്ങനെ ഒരു മനോവിഷമം. 7ാം ക്ലാസ്സുകാരിയായ ഒരു കുഞ്ഞാണല്ലോ, 12 വയസ്സുകാരിയാണല്ലോ. അപ്പോൾ അവൾക്കുണ്ടാകുന്ന വീട്ടിലെത്തിയാൽ അമ്മ തല്ലുമോ അച്ഛൻ തല്ലുമോ എന്ന തരത്തിലൊക്കെയുള്ളൊരു പേടി ആ കുഞ്ഞിനുണ്ടായി. അതുകൊണ്ടാണ് അവൾ സ്കൂൾ വിട്ട് നായരമ്പലം ഭാഗത്തേക്കാണ് പോയതെന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ അമ്മ വീട് നായരമ്പലം ഭാഗത്തേക്കാണ്. അവിടെ ഒരു മൈതാനത്തൊക്കെ പോയിരിക്കുന്നു. കുട്ടി യൂണിഫോമിലാണ്, സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ആ വഴികളിലൂടെയൊക്കെ പോകുന്നു. അപ്പോഴൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് രാത്രി 11 മണി കഴിഞ്ഞ് വല്ലാർപാടത്തെ ആ പാലത്തിലൂടെ പോകുമ്പോഴാണ് ഈ ജോർജ് എന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കുഞ്ഞ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്ന അസമയമാണ്. 11 മണി കഴിഞ്ഞു. അപ്പോഴാണ് ജോർജിനൊരു തോന്നലുണ്ടാകുന്നത്, ഈ സമയത്ത് ഇങ്ങനെ യൂണിഫോം ഇട്ടൊരു കൊച്ചു പെൺകുട്ടി വരാൻ ഒരു സാധ്യതയുമില്ലല്ലോ. ജോർജ് പറഞ്ഞത് തൻ്റെ അമ്മ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ജോർജ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും എവിടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിൽ ഫോൺ കൊണ്ടുപോയി, എന്നെ വീട്ടിലെത്തിയാൽ വഴക്ക് പറയുമെന്ന പേടിയുണ്ട്, സ്കൂളിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിയെന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ജോർജ് ഉടനെ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസ് എത്തി കുഞ്ഞിനെ സുരക്ഷിതമായി വീട്ടുകാരുടെ പക്കലെത്തിക്കുകയും ചെയ്തത്. കുഞ്ഞിപ്പോൾ അമ്മ വീട്ടിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം തേടിയെങ്കിലും നിലവിൽ അവർ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞെന്തായാലും സുരക്ഷിതയായി വീട്ടിലെത്തിയിരിക്കുകയാണ്. പി ജി. ശരി ജൂലിയറ്റ്, ഇതിൽ നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒരു പാഠമുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ സ്മാർട്ട് ഫോൺ കണ്ട് വളരുന്നവരാണ്. ഇനി ഒരു കൗതുകത്തിനോ കുസൃതിക്കോ ചിലപ്പോൾ വീട്ടുകാരെ ഒളിപ്പിച്ച് ഒരു ഫോൺ സ്കൂളിൽ കൊണ്ടുപോയി സ്കൂൾ അധികൃതർ പിടിച്ചു. അങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തെറ്റ് ഉൾക്കൊള്ളാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ മനസ്സിലാക്കി തരാനോ തിരുത്താനോ അല്ല, തന്നെ ശിക്ഷിച്ചു കളയും, ഇല്ലാതാക്കി കളയും എന്നുള്ളൊരു ഭയം 12 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് അതിന് വീട്ടിലേക്ക് പോകാൻ ധൈര്യമില്ലാതിരുന്നത്. സ്കൂളിലും വീട്ടിലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ അർദ്ധരാത്രി 11-11:30 സമയത്ത് പോലും അത് സൈക്കിളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതുകൊണ്ട് തെറ്റുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തിരുത്തിക്കാനുള്ളൊരു മനസ്സ് രക്ഷിതാക്കൾക്കാണെങ്കിലും സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിലും ഉണ്ടാകണം. അല്ലെങ്കിൽ കുഞ്ഞു മനസ്സാണ്, ഒന്നുകിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ അവരുടെ മനസ്സിനെ പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല എന്നുള്ളത് എല്ലാവരും ഓർക്കണം.